ഈ കോയമ്പത്തൂർ വലിയ പൂരം പോലെയാണല്ലോ. അണ്ണാമലയെ അങ്ങനെ ഇളക്കി മറിച്ച് ഒരു തമിഴ് സൂപ്പർ ഹിറ്റ് സിനിമ പോലെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഒരു ഹൈ പ്രൊഫൈൽ കാൻഡിഡേറ്റ് ആണ് അണ്ണാമലൈ. അവിടെ മത്സരിക്കുന്ന മറ്റു രണ്ടുപേരും മോശമൊന്നുമില്ല. അതെ അതെ. ഒരാൾ IIM പാസ്, അണ്ണാമലയെ പോലെ തന്നെ PhD എടുത്ത ആളാണ്. അങ്ങനെ 3 കാൻഡിഡേറ്റ്സും AIDMK, DMK ആൻഡ് BJPയുടെ അണ്ണാമലൈ. കഴിഞ്ഞ തവണ ഒരു അസംബ്ലിയിൽ വനതി ശ്രീനിവാസൻ അവർ കമൽഹാസനെ തോൽപ്പിച്ചാണ് കോയമ്പത്തൂർ നോർത്ത് ഐ തിങ്ക് അവർ ജയിച്ചത്. വനതി ജയിച്ചു. കമൽഹാസൻ്റെ ആ റീച്ച് എത്രയാണ്. വനതി ശ്രീനിവാസനെ ആരും കേട്ടിട്ട് പോലുമില്ല. അവിടെയുള്ളവർക്ക് അറിയാമായിരിക്കും, പക്ഷെ നമ്മളൊന്നും കേട്ടിട്ട് പോലുമില്ല. കോയമ്പത്തൂർ ഈസ് ഗോയിങ് ടു ബി എ ടെസ്റ്റ് ഡോസ് ഫോർ സൗത്ത് ഇന്ത്യ. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന ഇത്രയും സ്ഥലങ്ങളെ ബാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് കോയമ്പത്തൂരിലെ തിരഞ്ഞെടുപ്പ്. കാരണം അതിൽ പ്രധാന യുദ്ധം ദ്രാവിഡ നാടും ഭാരതനാടും തമ്മിലാണ്. സനാതനധർമ്മം നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. നിലനിൽക്കും എന്നുള്ളത് വേറെ കാര്യം, ബട്ട് നമുക്കൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഈ കോയമ്പത്തൂരിലെ തിരഞ്ഞെടുപ്പ് എടുക്കാം. ഈ DMK, AIDMK 2 ശക്തികൾ ഇത്രയും കാലം കളിച്ചുകൊണ്ടിരുന്ന ദ്രാവിഡ കാർഡ്, ആ കാർഡ് പൊളിക്കുക എന്നുള്ളതാണ് അണ്ണാമലയുടെ പ്രധാന ദൗത്യം. അതിനു വേണ്ടിയിട്ടാണ് കേന്ദ്രം നിർബന്ധിച്ച് മനസ്സില്ലാ മനസ്സോടെയാണ് അണ്ണാമലൈ മത്സര രംഗത്തിറങ്ങുന്നത്. പറ്റില്ല, ഇപ്പോൾ തോക്കുകയാണെങ്കിൽ തോക്കട്ടെ, നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് മോദി കൂടെ തമിഴ്നാട്ടിൽ വരികയും സനാതന ധർമ്മത്തെ പ്രതിനിധീകരിച്ചാണ് മോദി വരുന്നത്. മോദിയുടെ പ്രസംഗങ്ങൾ, പ്രവൃത്തികൾ എല്ലാം ആ രീതിയിലാണ്. എന്നാൽ അദ്ദേഹം ദ്രാവിഡ വാദത്തെ ചെറുക്കാനോ ഇതിനോ ഒന്നും പോകുന്നില്ല. ഈ മോദി ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അടുത്ത തവണ ഞാൻ തമിഴ്നാട്ടിൽ വരുമ്പോൾ എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് തമിഴിൽ കേൾക്കാം. ഞാൻ സംസാരിക്കുന്നത് ഹിന്ദിയിലായിരിക്കും, ബട്ട് ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ലേഷൻ ത്രൂ ആൻ ആപ്പ്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെഡ്സെറ്റ് ചെവിയിൽ വയ്ക്കുക. നിങ്ങൾക്ക് എന്നെ കാണാം, എൻ്റെ പ്രസംഗം ചെവിയിൽ തമിഴിൽ കേൾക്കുകയും ചെയ്യാം. ഇപ്പം തന്നെ ഞാനത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കയറി നോക്കണം. അതിൽ ചില്ലറ പോരായ്മകളൊക്കെ ഉണ്ടാവും, എനിക്ക് തമിഴ് കൃത്യമായിട്ട് അറിയില്ലല്ലോ. അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫക്ട്സ് എന്ന് നിങ്ങൾ ആ ആപ്പിൽ തന്നെ എന്നെ അറിയിക്കണം. കോടിക്കണക്കിന് തമിഴർ ഇതിനെ അഭിനന്ദിച്ചുകൊണ്ടും ഇതിൽ ഇന്ന മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് ആപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള കറക്ഷൻ പ്രധാനമന്ത്രിയുടെ ടീം വരുത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത പ്രസംഗം മിക്കവാറും അദ്ദേഹം പറഞ്ഞ പോലെ ഈ ആപ്പ് വഴി ഇതിലായിരിക്കും കേൾക്കുന്നത്. ഒരുപക്ഷെ ഇത്തവണ കേരളത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പായിരിക്കും അനൗൺസ്മെൻറ്റ് വരുന്നത്. നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആൻഡ് ലിസൺ ടു മീ ഇൻ മലയാളം. മോദിയുടെ ശബ്ദത്തിൽ മലയാളം കേൾക്കും. അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നത്. അത് ഉപയോഗിക്കാൻ ഒരു മനസ്സ് വേണം നിങ്ങൾക്ക്. ആദ്യം മനസ്സൊന്ന് വികസിക്കണം. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാം. നമുക്ക് മലയാളികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പെണ്ണിൻ്റെ തുണിയില്ലാത്ത ഫോട്ടോ ഉണ്ടാക്കും. മലയാളത്തിലെ പൊളിറ്റീഷ്യൻസ് അക്രോസ് ദ സ്പെക്ട്രം എല്ലാവരും ഈ അശ്ലീലമേ മനസ്സിൽ വരുള്ളൂ. ആദ്യം ആലോചിക്കുന്നത് ഡീപ്പ് ഫേക്ക് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് മനോരമ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിനകത്തൊരു പെണ്ണിൻ്റെ ഫോട്ടോയെ കൊടുക്കുകയുള്ളൂ. ആണിൻ്റെ കൊടുക്കുകയില്ല, രാഷ്ട്രീയക്കാരൻ്റെ കൊടുക്കുകയില്ല, സയൻസിൻ്റെ കൊടുക്കുകയില്ല, മെഡിസിൻ്റെ കൊടുക്കുകയില്ല. എവരിബഡി ഇൻ ക്യാൻ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ. ഇങ്ങനത്തെ ഒരു ജനത വേറെ എങ്ങുമില്ല. ബട്ട് മോദി അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഈ ഭാഷാ വ്യത്യാസമുണ്ടല്ലോ അത് ഇല്ലാതെയാകാൻ പോവുകയാണ് AI വരുമ്പോൾ. ഞാൻ തമിഴനാണ്, ഞാൻ മലയാളിയാണ്, ഈ അഹങ്കാരം കംപ്ലീറ്റ് പോയിട്ട് എല്ലാം നിരപ്പാകും ത്രൂ AI. ഇന്നിപ്പോൾ ഒരു പ്രസംഗമുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒരാളുടെ പ്രസംഗം യൂട്യൂബ് അത് എഴുതി കിട്ടുമോ? ഇതാണ് എൻ്റെ ചോദ്യം. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, കിട്ടും സാർ. ഞാൻ പറഞ്ഞു, ഇതാണ് യൂട്യൂബ് ലിങ്ക്. വാട്സാപ്പിൽ ആ ചെറുപ്പക്കാരൻ യൂട്യൂബ് ലിങ്ക് എടുത്ത് കൊടുത്തു. അവൻ ഒരു 3 മണിക്കൂറിനകം ഈ സാധനം എനിക്ക് തിരിച്ചു തന്നു. 2 മണിക്കൂറുള്ള പ്രസംഗമാണ്, പ്രഭാഷണമാണ്. അത് അയക്കാനും പിടിക്കാനും അവൻ ഡ്യൂട്ടിയിലായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവന് ചെയ്യും.
അവൻ എന്നോട് പറഞ്ഞു ഈ 2 മണിക്കൂർ പ്രഭാഷണം ഏകദേശം 35 മിനിറ്റ് കൊണ്ട് AI മലയാളത്തിലാക്കി. അയാൾ പറഞ്ഞു ഈ ടെക്നോളജി ജസ്റ്റ് ഇമാജിൻ, നമ്മൾ ഈ കേൾക്കുന്ന സ്പീഡുണ്ടല്ലോ, ആ സ്പീഡ് AI മാറ്റിയിട്ട് വളരെ സ്പീഡിൽ കേൾക്കും. റെക്കോർഡാണല്ലോ ഇത്, യൂട്യൂബിൽ റെക്കോർഡറാണ് കിടക്കുന്നത്. ആ റെക്കോർഡിൽ 2 ടൈംസ് സ്പീഡിൽ നമുക്ക് ഓടിക്കാമല്ലോ. ഇങ്ങനെ ഓടുന്നത്, ഇങ്ങനെ ഓടിച്ചിട്ട് ഇവൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു മലയാളത്തിലേക്ക്. അങ്ങനെയാണ് ഈ സമയം ലാഭിക്കുന്നത്. 2 മണിക്കൂറിൻ്റെ പ്രഭാഷണം ഒരു 30 മിനിറ്റ് കൊണ്ട് അവൻ ഓടിച്ചങ്ങ് തീർക്കും. 3 ഇരട്ടി സ്പീഡിൽ 4 ഇരട്ടി സ്പീഡിലൊക്കെ ഓടിച്ചിട്ട് അത്രയും സ്പീഡിൽ ഇതങ്ങ് സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഞാനെടുത്ത് കിട്ടിയ ഡോക്യുമെന്റിൽ കുഴപ്പങ്ങളൊന്നുമില്ല, പക്കയാണോ? ഉണ്ട്, കുഴപ്പങ്ങളുണ്ട്. പക്ഷേ ഈ മലയാളം MA പ്രൊഫസർമാരുണ്ടല്ലോ, അവർ വരുത്താറുള്ള തെറ്റൊക്കെ AI വരുത്തിയിട്ടുള്ളൂ. അത് ശരി, അതിൽ കവിഞ്ഞുള്ള തെറ്റൊന്നുമില്ല. അത് ഞാൻ നോക്കി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം ഞാൻ ഈ വിദ്യാഭ്യാസത്തിന് ബായാണോ ഒക്കെയുള്ള ഈ ഉച്ചാരണം അവർക്ക് സംശയം വരും. ബായാണോ അതുകൊണ്ട് ചിലയിടത്ത് ബാ എഴുതും, നമ്മുടെ കശുവണ്ടി പോലത്തെ ബാ, ചിലയിടത്ത് ബിസ്ക്കറ്റിൻ്റെ ബാ, ഇങ്ങനെ മാറി മാറിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത് സാധാരണ മലയാളം പ്രൊഫസർ വരുത്ത, കാരണം അവർക്ക് നിശ്ചയമില്ല ഭരണിയുടെ ബാ ഏതാ, ബിസ്ക്കറ്റിൻ്റെ ഭരണിയിൽ ബിസ്ക്കറ്റ് ഉണ്ട് എഴുതാൻ മലയാളം പ്രൊഫസർമാർക്ക് അറിഞ്ഞുകൂടാ. ഒന്നുകിൽ ഭരണിയിൽ ബിസ്ക്കറ്റ് ഉണ്ട് എന്ന് എഴുതും, അങ്ങനെയൊക്കെ എഴുതും. അപ്പോൾ ഈ സാധനം, ബട്ട് ലുക്ക് അറ്റ് ദ പ്രൈം മിനിസ്റ്റർ, ഹി ടുക്ക് ഇറ്റ് വെരി സീരിയസ്ലി ആൻഡ് ഹി ഈസ് ഗോയിങ് ടു സ്പീക്ക് ഇൻ യുവർ ലാംഗ്വേജ്. നാളെ ഒരാൾ പറയുകയാണ് എല്ലാവരും മലയാളത്തിൽ കേൾക്കുന്നു, ഞാൻ തുളുവാണ്, കാസർഗോഡ് നിന്നാണ്. ശരി, താൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് തുളു എടുക്കുക, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഹെഡ്സെറ്റ് വയ്ക്കുക, യു വിൽ ലിസൺ ഇറ്റ് ഇൻ തുളു. ഈ യുണൈറ്റഡ് നേഷൻസിൽ ഇത് പണ്ട് മുതലേ ഉണ്ട്, പക്ഷേ ഓൺലൈൻ ട്രാൻസ്ലേഷൻ അവർ ആളിരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. യുണൈറ്റഡ് നേഷൻസിലെ പ്രസംഗമൊക്കെ ഉണ്ടല്ല, അതിൻ്റെ രഹസ്യം അറിഞ്ഞൂടെ? ഈ പ്രസംഗത്തിൻ്റെ 22 കോപ്പി 3 ആഴ്ച മുമ്പ് യുണൈറ്റഡ് നേഷൻസിന് അയച്ചു കൊടുക്കണം. ഓ, അങ്ങനെയാണ്. അത് നമ്മുടെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ അയക്കണം, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അയക്കണം. എന്നിട്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ ഇത് വായിച്ച് ഇതിൻ്റെ എംഫസിസ് ഇത് എംബസിയിലൊക്കെ ചോദിച്ചിട്ട് കറക്റ്റ് ഉച്ചാരണം, എന്നിട്ട് ദേ വിൽ ബി റെഡി. മിക്കവാറും ലേഡീസാണ്, നല്ല സ്വീറ്റ് വോയിസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ചെവിയിൽ വെച്ചിട്ട് നമുക്ക് സ്പാനിഷ് ഭാഷയിലാണ് കേൾക്കേണ്ടതെങ്കിൽ ആ നോബ് സ്പെയിൻ, അതിലേക്ക് ഇത് സ്പാനിഷ് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ലേഷൻ നമ്മുടെ ചെവിയിൽ വരും. അപ്പോൾ നമുക്ക് മോദി ഭാരതത്തിൻ്റെ മഹത്വം എന്നൊക്കെ പറഞ്ഞു ശ്രീബുദ്ധൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നാട് കട്ട, കാരണം അയാൾ സ്പാനിഷ് ഭാഷയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുക. ഇതാണ് സംഭവിക്കുന്നത്. AI ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നു. ഞാൻ പറയുന്നതൊക്കെ കറക്റ്റ് അനലോജി അല്ല കേട്ടോ. ഇത് കാണുന്ന AI വിദഗ്ധന്മാരുണ്ട്, അവർ പറയും ചേട്ടൻ പറഞ്ഞു ഇങ്ങനെയല്ല, വാസ്തവത്തിൽ ഇങ്ങനെയാണ് പറയും. ബട്ട് ബ്രോഡ്ലി ഞാൻ ഈ പറഞ്ഞ ഐഡിയ ആണ് നടക്കുന്നത്. സോ ഈ ഒരു സാധനം വെച്ചിട്ട് തമിഴ്നാട്ടിലെ ഇവരുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, നോക്കൂ, അവർ കർണാടക സംഗീതത്തിൽ കയറി പിടിച്ചു കണ്ടില്ല, വെറുതെ പിടിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് TM കൃഷ്ണയുടെ ബഹളത്തിന് കേജ്രിവാളിൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഈ മ്യൂസിക് അക്കാഡമിയുടെ അവാർഡ് എന്ന് പറയുന്നത് സെപ്റ്റംബറിൽ ഒക്ടോബറിലൊക്കെയാണ് സാധാരണ പ്രഖ്യാപിക്കുന്നത്. ഡിസംബറിലാണ് അതിൻ്റെ ഉത്സവം തന്നെ. ഇത് കയറി ഈ ഇലക്ഷന് മുമ്പ് ധൃതി പിടിച്ച് മ്യൂസിക് അക്കാഡമി എന്തിന് ഈ അവാർഡ്, സംഗീത കലാനിധി അവാർഡ് കൊടുത്ത് ആ അനൗൺസ്മെൻറ്റ് വന്ന് ആ ആഴ്ചയാണ് കേജ്രിവാൾ അറസ്റ്റിലാവുന്നത്. They are closely connected because the ecosystem which is working against India has become, or they are so live now. അവരെ ഇപ്പം തന്നെ പിടിച്ചില്ലെങ്കിൽ അവർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള, അത് കൂടാതെ അഖണ്ഡത അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതാണ് കേരളത്തിൻ്റെ കേസ് സുപ്രീം കോടതിയിൽ, കേന്ദ്രത്തിനെതിരെ കേരളം കൊടുക്കുന്ന കേസ്. അതായത് സാമ്പത്തിക അധികാരം അത് സംസ്ഥാനങ്ങൾക്കുള്ളതാണ്, കേന്ദ്രത്തിന് അതിൽ യാതൊരു അധികാരവുമില്ല. ദിസ് ഈസ് വാട്ട് ദേ വാണ്ടഡ് ടു എസ്റ്റാബ്ലിഷ്. അതോടെ കഥ കഴിഞ്ഞു കേന്ദ്രത്തിൻ്റെ. ഈ തൊട്ട് പിന്നാലെ സ്റ്റാലിൻ പോയല്ലോ, അവർക്ക് കിട്ടിയത് എന്തോ വരൾച്ച പാക്കേജ് തന്നില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയി. ദേ വാണ്ട് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് വി ഹാവ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസി. വി ആർ എ പാർട്ട് ഓഫ് ഇന്ത്യ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ, ബട്ട് വി ആർ ഇൻഡിപെൻഡൻറ്റ് ആസ് ഫാർ ആസ് എക്കണോമിക്സ് ഈസ് കൺസേൺ.
ഈ സാധനം ഇതിൻ്റെ മെസ്സേജ് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവർ വിചാരിക്കുന്ന സാധാരണ ഒരു കേസ് പോലെ സിവിൽ സ്യൂട്ടാണ്. സിവിൽ സ്യൂട്ടൊക്കെയാണത്. പക്ഷേ അതിൻ്റെ ഉദ്ദേശം ആത്യന്തികമായിട്ട് നമ്മൾ ഭാരതത്തിൽ നിന്ന് വിഘടിച്ചു പോകുക എന്നുള്ളതാണ്. ഈ കേസ് കൊടുപ്പ് കർണാടക സംഗീതം ബേസിക്കലി ഭാരതീയനെ ഒന്നിച്ചു നിർത്തിയതാണ്. കർണാടക സംഗീതം വിഷ്ണു ദിഗംബർ പാലസ്കർ ഈ വന്ദേമാതരത്തിന് സംഗീതം കൊടുത്ത കോൺഗ്രസ്സുകാരനുമായിരുന്നു, പാട്ടുകാരനായിരുന്നു, അസാമാന്യം നീളവും തടിയും ആരോഗ്യമുള്ളവനായിരുന്നു. ഇവർ അവിടെ ആദ്യമായിട്ട് വിഷ്ണു ദിഗംബർ പാലസ്കറൊക്കെ മുൻകൈ എടുത്തിട്ട് വടക്ക്, ഞാൻ സ്ഥലം മറന്നുപോയി, അവിടെ ഒരു ഓൾ ഇന്ത്യ സംഗീത മഹോത്സവം വയ്ക്കുന്നു. ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യൻസും കർണാടക മ്യൂസീഷ്യൻസും ചേർന്നിട്ട് ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പാട്ടിലൂടെ ദേശീയ സ്വാതന്ത്ര്യം. ഐ വിൽ ഡു എ പ്രോഗ്രാം ഓൺ ദാറ്റ്. എങ്ങനെയാണ് ഈ ത്യാഗരാജൻ്റെ കർണാടക സംഗീതം എന്ന് പറയുന്നത്? അത് ദേശീയതയെ സഹായിക്കലായിരുന്നു, അല്ല വെറുതെ രാമരാമെന്ന് ജപിച്ചുകൊണ്ടിരുന്നതല്ല. ദേ ഡിഡ് ഇറ്റ് ഫോർ ദ കൺട്രി. അതുകൊണ്ടാണ് കർണാടക സംഗീതം നശിപ്പിക്കാനായിട്ട് ടി.എം. കൃഷ്ണനെ ഇറക്കിയിരിക്കുന്നത്, ഒരു യൂസ്ഫുൾ ഇഡിയറ്റായിട്ട്. ഹിന്ദുസ്ഥാനി സംഗീതത്തിനും ഒരുപക്ഷെ ഒരു യൂസ്ഫുൾ ഇഡിയറ്റ് ഇതുവരെ കിട്ടിക്കാണുന്നില്ല അവർക്ക്, തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഇയാളുണ്ടല്ലോ അടിയെ പറിക്കാനായിട്ട് അരവിന്ദ് കെജ്രിവാളുണ്ട്. ആൻഡ് യുനോ അരവിന്ദ് കെജ്രിവാൾ ഈ ടി.എം. കൃഷ്ണയുടെ ഒരു കച്ചേരി ഡൽഹിയിൽ ക്യാൻസലായപ്പോൾ ടി.എം. കൃഷ്ണ കോൺടാക്ട് ചെയ്തത് അരവിന്ദ് കെജ്രിവാളിനാണ്. അരവിന്ദ് കെജ്രിവാൾ വേറൊരു ഹോൾ അറേഞ്ച് ചെയ്ത് ഓഡിയൻസിനെ അറേഞ്ച് ചെയ്ത് ടി.എം. കൃഷ്ണയുടെ കച്ചേരി നടത്തി. 3-4 years ബാക്ക്. ഇതാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ. ഞാൻ പറയുമ്പോൾ മോഹൻദാസിനും വട്ടാണ്, പിന്നെ ടി.എം. കൃഷ്ണ കർണാടക സംഗീതം പാടുന്നത്, മറ്റേ ആൾ രാഷ്ട്രീയക്കാരൻ. ദേ ആർ ഇന്റർട്വൈൻഡ് ടുഗദർ. യു സി എവരിവെയർ ദെയർ പ്രസൻസ് ഇസ് ദെയർ. സബ്വേഴ്സീവ് ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ഓൺ. നമ്മുടെ കൾച്ചറിനെ തകർക്കാൻ, വിഘടിപ്പിക്കാൻ, സംസ്ഥാനങ്ങളെ വേർതിരിക്കാനില്ല. ഇതിൻ്റെ ഒരു യുദ്ധമാണ് കോയമ്പത്തൂർ നടക്കുന്നത്. ഒരുപക്ഷെ ആദ്യത്തെ യുദ്ധം കൊണ്ട് ഇത് തീരണമെന്നില്ല, യുദ്ധങ്ങൾ വീണ്ടും വേണ്ടി വരും. ബട്ട് ദ വേ കോയമ്പത്തൂർ ഈസ് ബിഹേവിങ് ഇപ്പോൾ ആസ് ഓഫ് നൗ, ആ എഡ്ജ് അണ്ണാമലയ്ക്കാണ്. അണ്ണാമലൈ അസാമാന്യനായ ഒരു ക്യാമ്പയിനറാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃഷ്ണകുമാറിനെ സഹായിക്കാൻ അണ്ണാമലൈ വരണം. അവിടുത്തെ തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു 19-ന്, അത് 19-ന് കഴിയും. അപ്പോൾ അണ്ണാമലയ്ക്ക് ഒരാഴ്ചയുണ്ട്. കോയമ്പത്തൂർ എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട്, ഇടുക്കി, എറണാകുളത്തിൻ്റെ ഒരു കഷ്ണം വരെ കോയമ്പത്തൂരുമായിട്ട് അടുത്ത് കിടപ്പുണ്ട്. സോ ഹി ക്യാൻ ഇൻഫ്ലുവൻസ് ദീസ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഓൾസോ, ബട്ട് മെയിൻലി പാലക്കാട് നല്ല തമിഴ് പോപ്പുലേഷനുള്ള, കൽപ്പാത്തിയ ഏരിയയൊക്കെ നല്ല തമിഴ് പോപ്പുലേഷനുണ്ട് പാലക്കാട്. അതിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ ഇപ്പോഴും തമിഴാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. ആൾ മലയാളിയാണ്, പക്ഷേ ഈസിലി അവർക്ക് സംസാരിക്കാൻ പറ്റുന്നത് തമിഴാണ്. അതിപ്പോൾ നമ്മൾ തെക്കുണ്ടോ, അമരവിള ആ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവർ പേരുകളും ഒക്കെ തമിഴന്മാരെ പോലെ തോന്നും. കേരളം, തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വരച്ച വരയാണല്ലോ, കൾച്ചർ ഒന്ന് തന്നെയാണല്ലോ. അതുകൊണ്ട് ഭാഷയൊക്കെ എല്ലാവർക്കും ഒക്കെ മനസ്സിലാകും. ദെർഫോർ ഐ ഹോപ്പ്, ഐ വിഷ് ബെസ്റ്റ് ഫോർ അണ്ണാമലൈ. അണ്ണാമലൈ ഇത്തവണ ജയിക്കും. ജയിച്ചാൽ അതൊരു ലാൻഡ്മാർക്ക് വിക്ടറി ആയിരിക്കും. തമിഴ്നാട്ടിൽ വേറെ ഒരു സ്ഥാനാർത്ഥിയും ജയിച്ചില്ലെങ്കിൽ പോലും അണ്ണാമലയുടെ ജയം ഈ പറഞ്ഞ വിഘടന ശക്തികൾക്ക് വലിയൊരു താക്കീതായിരുന്നു. അതുകൊണ്ടാണല്ലോ DMK CPM സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട് ഞങ്ങൾ തന്നെ ഇവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞ് വന്നത്. CPM സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ 1,79,000 വോട്ടിന് ജയിച്ചതാണ്. അതെ അതെ, അവർക്ക് CPM-ന്റെ ഒരു ഭാഗ്യം നോക്കുക, 10 കാശില്ലെങ്കിലും കേരളത്തിൽ അത്രയും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. DMK-യുടെ സപ്പോർട്ടോടുകൂടി 179. ഇത്തവണ DMK പറഞ്ഞു പറ്റില്ല, നിന്റെ അരിവാൾ അണ്ണാമല അപ്പുറത്ത് നിന്നാൽ അരിവാൾ ചിഹ്നത്തിലൊന്നും ആരും, ഞാൻ നേരിട്ടിറങ്ങാമെന്ന് പറഞ്ഞാണ് ചേട്ടൻ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഒന്നാമത് 3 cornered ഫൈറ്റാണ്. കഴിഞ്ഞ തവണ വനത്തി ശ്രീനിവാസൻ ജയിച്ചതും DMK അവർ BJP ഈ 3 cornered ഫൈറ്റ് വന്നപ്പോഴാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതോ ADMK ഇവരുടെ കൂടെ, BJP-യുടെ കൂടെയായിരുന്നു. ഇത്തവണ ഈ 3 cornered ഫൈറ്റ് ഈസ് ഗോയിങ് ടു ബെനിഫിറ്റ് അണ്ണാമലൈ. സബ്സ്റ്റാൻഷ്യലായിട്ട് മറ്റ് 2 പേര് വോട്ട് പിടിച്ചു കഴിയുമ്പോൾ ഇദ്ദേഹം ജയിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാലും കൾച്ചറലി നോക്കിക്കഴിഞ്ഞാലും അണ്ണാമലയ്ക്ക് മുൻതൂക്കമുണ്ട്. അണ്ണാമലൈ ജയിക്കേണ്ടത് ഭാരതത്തിൻ്റെ പ്രസ്റ്റീജിനാണ്. തീർച്ചയായും അണ്ണാമലയ്ക്ക് നമുക്ക് എല്ലാ ആശംസകളും നേരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.